ൊക്കെ അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാടകയ്ക്കാണോ, ഹസ്സിന് എന്താ ജോലി എന്ന്. എന്നിട്ടത് റിപ്ലൈ ഞാൻ കൊടുക്കാതിരുന്നിട്ട് അവർ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല മഴ കേട്ടോ, നല്ല മഴ, ഇടി മിന്നുന്നു, പൊട്ടുന്നു, ചീറ്റുന്നു എല്ലാം. ഭയങ്കര സെറ്റ് വൈബ് ഗൈസ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഗൈസ്, നൈറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഈ കാണിക്കുക. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ആ കിച്ചുമോൾ എന്നെ പുറത്തുനിന്ന് എടുക്കാൻ സമ്മതിച്ചില്ല. ഞാനിവിടെ നമ്മുടെ ബാൽക്കണിയിൽ അവിടെ നിന്നിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ എടുക്കാൻ സമ്മതിക്കാത്ത വേറെ ഒന്നല്ല, നല്ലതുപോലെ ഇടി പൊട്ടണോ മിന്നണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവളോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മമ്മയാവണുണ്ടോ, എൻ്റെ അമ്മയാവണുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. ചില സമയത്ത് ഇവളെ എൻ്റെ അമ്മയാവട്ടോ, ഇവളാണ് അമ്മ. അമ്മപ്പം ഏതായാലും എൻ്റെ അടുത്തില്ലല്ലോ, അപ്പോൾ കിച്ചുമോളാണ് ചില സമയത്ത് അമ്മ. അപ്പോൾ അവൾ പറയണ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അകത്തേക്ക് തന്നെ പോന്നു. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കണില്ല കേട്ടോ, നല്ല മഴേൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട്. അതാണ് ഞാൻ വോയിസ് മാറ്റിയത്. അപ്പം നമ്മൾ എന്നത്തെ പോലെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോയിലാണ് ഞാൻ ഈ ഒരു തലേ ദിവസത്തെ മഴേണ്ടതുണ്ട് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നുമുള്ള പരിപാടികൾ തന്നെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാം കേട്ടോ. രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താ, ഞാൻ ചോറൊക്കെ നമ്മൾ അരിക്കിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ ഞാൻ മമ്പയറൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. മമ്പയറും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നത്തെയും പോലെ ഇടയിലൊന്ന് പുറത്തേക്കൊന്ന് വന്ന് നോക്കും. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ആ കിളികളൊക്കെ ഒരു സൗണ്ടൊന്ന് കേട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ദിവസവും രാവിലത്തെ പ്രഭാതം അങ്ങോട്ട് എന്താ പറയുക, പരിപൂർണതയിലേക്ക് പോവുള്ളൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടത്. പിന്നെ അകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ മമ്പയർ വേവിക്കാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചു. പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചു. തേങ്ങ തലേദിവസം തന്നെ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പുട്ടുണ്ടാക്കുകയാണ്. നമുക്ക് കുക്കർ ഒഴിഞ്ഞാലേ ഉള്ളൂ, കുക്കറിലാണ് ഈ ഒരു പുട്ട് മേക്കർ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിനി പുട്ടൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ മാവ് നനച്ചപ്പോൾ തന്നെ അതിലേക്ക് തുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ മാവൊക്കെ നനച്ച് വെച്ചത്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല മധുരം വേണ്ടി വരും കേട്ടോ. അപ്പോൾ അവരൊന്നുകൂടി പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ ഒരു കറി ഉണ്ടാക്കിയില്ല, കാരണം ഓൾറെഡി ഇനിയിപ്പോൾ ഇതൊരു മമ്പയർ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ കടല അങ്ങനെയൊന്നും പിന്നെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവർക്ക് പഴം വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പഴം ഇഷ്ടമാണെങ്കിൽ ഏതാണെന്നറിയോ, പൂവൻ പഴമല്ലേ, അതാ ഇഷ്ടം. മൈസൂർ പഴമൊന്നും ഇഷ്ടമല്ല.
അങ്ങനെ ഇനി ആ മമ്പയർ വേവിച്ച് വെച്ചതൊന്ന് ഞാനൊന്ന് കടുക് വറുത്ത് കൊടുക്കാണ്ട്, കടുകല്ല ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതായി പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വറ്റൽമുളകും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടി വേവിച്ച് വെച്ചിട്ടുള്ള മമ്പയറിനെ ഇതിലേക്ക് എടുത്തൊഴിച്ചു. ഇനി നന്നായിട്ട് ഇതിൻ്റെ കറി ഒന്ന് ആ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റി വരുന്ന വരെ വെക്കും കേട്ടോ. ഒരു ഉപ്പേരി പോലെയല്ലേ, കറിയായിട്ട് വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടിനുള്ളത് റെഡിയാക്കട്ടെ കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് ആവി പോകാൻ വേണ്ടിയിട്ടാണ് പകുതി അങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. മക്കളെ പാത്രത്തിലേക്ക് ആക്കണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ആ പുട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. പുട്ട് പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞ് ആവി കയറിയ ചട്ടപ്പടേനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ളതും പുട്ടൊക്കെ അങ്ങനെ ഓരോന്നോരോന്നായോണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ആരാ എണീറ്റ് തത്തയാണ് തോന്നുന്നു. അവൾ എണീറ്റ് വന്ന് അവൾക്കുള്ള പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾക്കുള്ള 2 അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ ഒരു ചമ്മന്തിയും കൂടെ അരച്ചിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചില്ല. നമ്മൾ ഒരുപാട് തവണ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത് വറ്റൽമുളകില്ലേ, ഉണക്കമുളക്, അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് തേങ്ങയും ചെറിയുള്ളിയും കുറച്ച് പുളിയും കൂടെ ഇട്ടിട്ട് അരച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറും കൂടെ റൈസ് കുക്കറിലെല്ലാം നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ പുട്ടെടുത്തുകൊണ്ട് പോയി കഴിക്കാൻ ഞങ്ങൾ 2 ആളെ പുട്ടേ ഉള്ളൂ. ഇതാ ചമ്മന്തി ഇവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി മക്കളുടെ പാത്രത്തിലേക്ക് ചോറൊക്കെ നിർത്തി വെക്കണം. അപ്പോൾ ഇന്ന് ഒരാൾക്ക് അച്ചാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് അച്ചാർ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ആൾക്കുള്ള ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മമ്പയർ ഉപ്പേരി വെക്കണം, പിന്നെ ചമ്മന്തി, ഒരാൾക്ക് അച്ചാറും. അങ്ങനെയാണ് രാവിലത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. ഇനി മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരൽ, തുടയ്ക്കൽ, അലക്കൽ, കുളി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുഞ്ഞ് വീഡിയോ ആണ്. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇന്നിപ്പോൾ എനിക്കൊന്ന് എന്താ പറയുക, പൂക്കോട്ടുംപാടൊന്ന് പോകാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ പോയതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് ബാങ്കിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കമൻറ്റുകളൊക്കെ അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വാടകയ്ക്കാണോ, ഹസ്സിന് എന്താ ജോലി, എന്നിട്ടത് റിപ്ലൈ ഞാൻ കൊടുക്കാതിരുന്നിട്ട് അവർ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. വീഡിയോ കാണണമെന്ന് പറയുന്നുണ്ട്, കമൻറ്റ് അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാനല്ല കമൻറ്റ് വിടാൻ പറഞ്ഞത്. എന്താണോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളത് ആ വീഡിയോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റൊക്കെയാണ് അറിയിക്കാൻ പറഞ്ഞത്. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ അത് ശരിയായില്ല, അതൊക്കെയാണ് ഞാൻ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നെ എത്രയോ തവണ ഇപ്പം തന്നെ നമ്മൾ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമ്മൾ വാടകയ്ക്കാണ് താമസിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടാവില്ല, സ്കിപ്പ് ചെയ്തിട്ട് കണ്ടടിച്ച് പോവുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കതിൽ എന്താണ് ഞാൻ പറയണമെന്നും അറിയാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ എന്ന് പറയുന്നത് എന്താണോ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചെയ്തത് ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ കാര്യം, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കമൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൂട്ടുകാർ ഇന്നൊരു കുഞ്ഞ് വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.